കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പരിഗണിച്ചൊരു കേസാണ്. ഒരു പെൺകുട്ടി ഡൽഹിയിൽ പേവിഷബാധയേറ്റ് മരിക്കുന്നു. അപ്പോഴാണ് സ്വമേധയാ സുപ്രീം കോടതി ആ കേസ് എടുക്കുന്നത്. അപ്പം മനുഷ്യരുടെ ഭാഗത്ത് നിന്ന്, ഇല്ലെങ്കിൽ മനുഷ്യർക്കാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയുടെ അതിലുള്ള വിധി. അതായത് ഡൽഹി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലുള്ള പട്ടികളെയെല്ലാം പിടിച്ച് ഒരു ആ രീതിയിൽ അതിനെ ക്രമീകരിച്ച് അതിനെ കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യത്തിൽ പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മേനക ഗാന്ധി നമുക്കറിയാം, നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പം ആ രീതിയിൽ പ്രതികരണങ്ങളുണ്ട്. ഇന്നലെ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണോ, കോടതിയുടെ വിധിയാണോ യഥാർത്ഥത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അജിംസ്, ആ രീതിയിലാണോ അതിനെ കോടതി ഹാൻഡിൽ ഇരുന്നത്? അല്ല, ഈ കോടതികൾ ഇതൊരു സുവമോട്ടോ കേസാണ്. സ്വമേധയാ കോടതി എടുത്തൊരു കേസാണ്. ഈ കോടതികൾ പലപ്പോഴും സുവമോട്ടോ കേസ് എടുക്കുന്നത് ജഡ്ജിമാർക്ക് നേർക്ക് നേരെ അറിയാവുന്ന, അതായത് നിയമരേഖകളിലൂടെ അല്ലാതെ നേർക്ക് നേരെ അനുഭവവേദ്യമായ കാര്യങ്ങളാണ് അവർ സാധാരണയായിട്ട് സുവമോട്ടോ കേസ് എടുക്കുക. ഇപ്പോൾ ജഡ്ജിമാർ ഡൽഹി താമസിക്കുന്നതാണ്, സ്വാഭാവികമായിട്ട് അവർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പേഴ്സണലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇഷ്യൂവിൽ അവർ സുവമോട്ടോ കേസ് എടുക്കാൻ പറയും. അതുകൊണ്ടാണ് ആ ഉത്തരവ് പോലും അത്ര കാർക്കശ്യത്തോടുള്ളതായി മാറുന്നത്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ, തെരുവുകുട്ടികളെ ആക്രമിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ നിയമത്തിൻ്റെ നൂലാമാലകളും സാങ്കേതികതകളേക്കാൾ ഉപരി ആ വിധി കുറച്ച്, അല്ലെങ്കിൽ ആ ഉത്തരവ് കുറച്ച് വൈകാരികമാവാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഇതിലൊരു ഡിബേറ്റ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്നു, അത് ആ ഉത്തരവ് നടപ്പാക്കുന്നത് ഒന്ന് പ്രാക്ടിക്കലല്ല, രണ്ട് വളരെ മനുഷ്യത്വരഹിതമായൊരു കാര്യമാണ് മൃഗങ്ങളോട് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു. കോടതി എന്താണ് ഉത്തരവിട്ടത്? ഇനി ഒരൊറ്റ തെരുവുനായെയും ഡൽഹി കാണാൻ പാടില്ല, മുഴുവൻ എല്ലാറ്റിനെയും ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രശ്നം, ആ ഉത്തരവിൻ്റെ ഒരു കുഴപ്പം അതൊട്ടും സയൻറ്റിഫിക് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തെരുവുനായ എന്ന് പറയുന്ന ശല്യം ലോകത്തെല്ലായിടത്തും ഉണ്ട്, ലോകത്തെല്ലായിടത്തുള്ളൊരു പ്രശ്നമാണത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഈ തെരുവുനായ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് അനിമലാണ്. അതിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് അത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അപ്പോൾ അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു അനാഥ ജീവിയാണ് തെരുവുനായ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബേസിക് പോയിൻ്റ് അതാണ്. സാധാരണ നായ എന്ന് പറയുന്നത് മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് അനിമലാണ്. വളർത്താൻ പറ്റാത്തതുകൊണ്ട് മറ്റെന്തെങ്കിലും കാരണത്താലോ മനുഷ്യൻ അതിനെ ഉപേക്ഷിക്കുമ്പോൾ അനാഥനാവുന്ന ജീവിയാണ്. അപ്പോൾ ഒരു അനാഥനായ ഒരു തെരുവുനായ തെരുവിലല്ല അതിൻ്റെ വാസസ്ഥലം. അതിൻ്റെ ജനറ്റിക്കലി തന്നെ നായ എന്താണ്, സ്ട്രീറ്റിൽ ജീവിക്കേണ്ട ഒരു ജീവിയല്ല. ഒന്നുകിൽ അത് വീട്ടിലാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ പറ്റിയ സ്ഥലം കാടാണ്. കാരണം ചെന്നായും ഈ പറയുന്ന നമ്മുടെ നായയും, നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായയും ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികളാണ്. അപ്പോൾ ചെന്നായിൽ നിന്ന് ഏതോ കാലത്ത് മനുഷ്യനോടൊപ്പം ജീവിച്ച് അതിങ്ങനെ ഈ പറയുന്ന ആനുകൂല്യങ്ങളിൽ ജീവിച്ച് വളർന്ന ഒരു ജീവിയാണത്. അപ്പോൾ തെരുവിലെത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഒരു അനാഥത്വം ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, വേണ്ടത്ര ഫുഡ് കിട്ടുന്നില്ല. ഫുഡ് കിട്ടാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ആക്രമണോത്സുകനാവും. മറ്റൊന്ന്, ഈ പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യത, പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അത് മനുഷ്യരെ ആക്രമിക്കും. അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ, ഈ പേവിഷബാധ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യുക? സാധാരണ രീതിയിൽ ഇതിനെ പിടികൂടി അതിനെ വാക്സിൻ കൊടുക്കുക, രണ്ട് ന്യൂട്രലൈസ് ചെയ്യുക, ഈ പറയുന്ന എന്താണ് വന്ധ്യംകരണം നടത്തുക, പിന്നെ തിരിച്ച് അതിനെ അങ്ങോട്ട് തന്നെ വിടുക. ഇതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ആവട്ടെ, ഈ പറയുന്ന അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന വകുപ്പ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, ഓരോ സംസ്ഥാനങ്ങളുമാണ് അത് തീരുമാനമെടുക്കുക. പക്ഷേ പശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. പശുവിൻ്റെ കാര്യത്തിൽ കേന്ദ്രം തീരുമാനിക്കും. ഗോകുൽ യോജന എന്നൊക്കെ പറഞ്ഞിട്ട് പദ്ധതികളുണ്ടാകും. ഇപ്പോൾ 2030 ഈ പേവിഷബാധ അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ നോക്കി. ആകെ ഈ 2030 പേവിഷബാധ രാജ്യത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനാകെ അനുവദിച്ചിട്ടുള്ളത് 68 കോടി രൂപയാണ്. ഈ 68 കോടി രൂപയും അനുവദിച്ചിട്ടുള്ളത് ഈ വാക്സിൻ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ പേപ്പട്ടികളെ, അല്ലെങ്കിൽ തെരുവ് പട്ടികളെ വന്ധീകരിക്കുന്ന ആ പരിപാടിക്കൊന്നും കേന്ദ്രം 10 പൈസ വെച്ചിട്ടില്ല. അതൊക്കെ ആരുടെ തലയിലാണ്? സംസ്ഥാനങ്ങളുടെ തലയിലും. ഭരണഘടനാപരമായി ഈ പേപ്പട്ടി ശല്യം നിയന്ത്രിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോലിയാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ എവിടെ കൊടുക്കണം? സ്റ്റേറ്റുകൾ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റുകളുടെ തലയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ പദ്ധതി ഒരു സംസ്ഥാനത്തും കാര്യക്ഷമമല്ല, കേരളത്തിലുൾപ്പെടെ കാര്യക്ഷമമല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു 70% തെരുവ് പട്ടികളെങ്കിലും പിടികൂടി വന്ധ്യംകരിച്ച് വാക്സിൻ കൊടുത്ത് തിരിച്ചയച്ചാൽ മാത്രമേ ഈ തെരുവ് പട്ടി ശല്യം അവസാനിക്കുകയുള്ളൂ. ഇത് അവസാനിക്കുന്ന രീതിയിൽ അതിൻ്റെ ആ മാർജിൻ, 70% എന്നുള്ളൊരു മാർജിൻ ഒരു സംസ്ഥാനവും എത്തിയിട്ടില്ല. കേരളത്തിലും ഈ പ്രശ്നം വലിയ രൂക്ഷമാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, രാജ്യവ്യാപകമായി ഒരു പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാനിന് വേണ്ടി പണം അനുവദിക്കുക. പശുവിന് മാത്രം പണം കൊടുത്താൽ പോരാ, നായ്ക്കും വേണം എന്നാണ് പറയുന്നത്. കാരണം നായ ഒരു ജീവിയാണ്.
അപ്പം ഇതിനെ ഈ രീതിയിലല്ല, കോടതി ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചില അഭിപ്രായങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചില സെലിബ്രിറ്റികളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തികച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു നിലപാടാണ്. ഇത് നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ പൗരനോട് ആവശ്യപ്പെടുന്നത് ജീവനുള്ള എല്ലാ വസ്തുക്കളോടും സഹാനുഭൂതിയുള്ളവരായിരിക്കണം ഇന്ത്യൻ പൗരനെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അത് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ആളുള്ളത് പറയുന്നത്. അതിനർത്ഥം നാട്ടുകാർ മുഴുവൻ തെരുവിൽ പേവിഷബാധയായിട്ട് മരിച്ചോട്ടെ എന്നുള്ളതല്ല. അത് തടയേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അതിന് പണം വേണം, അതിനുവേണ്ടി ഒരു പ്ലാൻ വേണം. രാജ്യം മുഴുവൻ നടപ്പാക്കാൻ കഴിയുന്നൊരു പ്ലാൻ ആദ്യം ഉണ്ടാക്കണം. അതിന് സംസ്ഥാനങ്ങൾക്ക് ധനസഹായം കൊടുക്കണം, പണം കൊടുക്കണം. പണം കൊടുത്തിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് ശാക്തീകരിച്ച് ഈ പറയുന്ന പണി നടപ്പാക്കിയാൽ മാത്രമേ പേവിഷബാധ ഇല്ലാതാക്കാൻ കഴിയൂ. അങ്ങനെ നടപ്പാക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ലോകത്ത് ധാരാളം രാജ്യങ്ങൾ ഈ പണി ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. ചെയ്യണമെങ്കിൽ ഒരു രാജ്യവ്യാപക പ്ലാൻ ആദ്യം തന്നെ വേണം. അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തുക ഈസിയാണോ നിഷാദ്? എന്ന് വെച്ചാൽ ബന്ധീകരിക്കുക, ഇപ്പം നമ്മൾ ഇവിടെ തന്നെ നടപ്പാക്കി ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഇത് പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്ന് കൂടി കുറച്ച് ശ്രദ്ധ വേണ്ട, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള. അല്ല, അത് വേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ABCയുടെ കാര്യത്തിൽ പോലുവേ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രശ്നം ഫണ്ടാണ്. ഒന്ന് ഫണ്ടാണ്, രണ്ടാമത്തേത് ആ കാര്യത്തിലുള്ള ഉപേക്ഷാ വിചാരമാണ്. ഫണ്ട് വന്നാൽ അത് പ്രോപ്പറായി ചിലവാക്കുക, ആ പദ്ധതി പൂർത്തീകരിച്ചു എന്നും കിട്ടിയ ഫണ്ട് മുഴുവൻ പ്രയോജനപ്പെടുത്തുന്ന ഉറപ്പാക്കുക എന്ന് പറയുന്നതിലും ഒരുതരം കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ പൊതുവേ ഭരണകൂടങ്ങളെല്ലാം ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമാണ്. കോടതി ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒരു നിലയ്ക്കും ഇതിനുള്ള പരിഹാര മാർഗ്ഗമല്ല. കാരണം ഡൽഹിയിൽ നമ്മളിപ്പം നോക്കിയാൽ 8-10 ലക്ഷത്തോളം തെരുവ് നായ്ക്കളുണ്ട് അത്രേ. അപ്പോൾ രാവിലെ ജഡ്ജി ഓഫീസിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇന്ന് തന്നെ ഉത്തരവിടുകയാണ് 8 ആഴ്ചക്കകം മൊത്തം എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയി ഷെൽട്ടർ ഹോമിലാക്കണമെന്ന് ഉത്തരവിട്ടാൽ അത് പോസിബിൾ അല്ല, ഒരു നിലയ്ക്കും പോസിബിൾ അല്ല. അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും പൂട്ടിയിട്ട് താക്കോലോട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. എവറി ഡേ അതിനെ നോക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള കുത്തിവയ്പ്പ് കൊടുക്കുക, അതിന് ഭക്ഷണം കൊടുക്കുക, അതിൻ്റെ ഇത്രയും തിങ്ങി നിറഞ്ഞ് ജീവിക്കുമുണ്ടാകുന്ന മറ്റ് സാംക്രമിക രോഗ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക പോലുള്ള അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കരമാണ്. കോടാനുകോടി രൂപ അത് നടപ്പിലാക്കാൻ ചിലവ്. ഇത്രയും ലക്ഷം നായ്ക്കളെ എന്ത് ചെയ്യും? അപ്പോൾ അത് മനസ്സിലാക്കാതെ സുപ്രീം കോടതി ചാടിക്കറി ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന നടപ്പിലാക്കാനുള്ള പ്രായോഗിക പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുമിപ്പിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള അപകട സാധ്യതയുണ്ട്. അതെവിടെയാണ് അതിന് സ്ഥലം കണ്ടെത്തുക, അതിൻ്റെ പരിസരത്തുള്ള മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറം ഒരു മഹാക്രൂരതയാണ് ഇത്രയും ജീവികളെ ഒരുമിച്ചുകൊണ്ട് തിക്കി നിറച്ച് താമസിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? കോടതി അതിനുവേണ്ടി മസിൽ പിടിച്ചാൽ സംഭവിക്കാൻ പോകുന്നതായിരിക്കും. ഇതിനെല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഭരണകൂടം എന്തെങ്കിലും കടന്ന കൈ പ്രയോഗിക്കും. നമുക്ക് ഉത്തരേന്ത്യയാണ് സ്ഥലം, ഡൽഹിയാണ്. ഇവിടെയാണെങ്കിൽ ശരിയാണ്, ഇവിടെ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ കുറേ നായ്ക്കളെ ആരോ കൊന്നു കുഴിച്ചു മൂടി. കേരളത്തിൽ വലിയ വാർത്തയായി, വലിയ പ്രതിഷേധം വരുന്നു. കാരണം കേരളത്തിൻ്റെ സാമൂഹിക ജാഗ്രത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതിപ്പോൾ ഒരു കുഞ്ഞിനെ കാണാതെ പോയാലും, ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവിച്ചാലും, നായ ചത്താൽ പോലും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സാമൂഹിക ജാഗ്രതയുള്ള നാടാണ് കേരളം. കേരളത്തിന് പുറത്തേക്ക് പോയൊന്നുമില്ല. നായ്ക്കളെ 10,000-10,000 നായ്ക്കളെ കൂട്ടത്തോട് കൊണ്ട് വെടിവെച്ച് കൊന്നോ കുഴിച്ചു മൂടിയോ കൊന്നാലൊന്നും അവിടെ വാർത്തയും ആവില്ല, ജനകീയ പ്രതിഷേധം ഉണ്ടാവില്ല, സർക്കാർ ഒന്നും ഉണ്ടാവില്ല. മനുഷ്യൻ മരിക്കുന്നിടത്ത് അക്കൗണ്ടബിൾ അല്ലാത്ത ഭരണകൂടങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ കണ്ടില്ലേ ഉത്തർപ്രദേശിൽ ഓക്സിജൻ കിട്ടാതെ 300ഓളം കുഞ്ഞുങ്ങളാണ് നവജാത ശിശുക്കൾ മരിച്ചത്. വല്ല സമരം ഉണ്ടായോ? ഏതെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്ക്, ഒരു ആരോഗ്യ സെക്രട്ടറിക്ക് രാജിവെക്കേണ്ടി വന്നില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഏർപ്പാട്. ഇത് നടക്കും. കോടതി മസിൽ പിടിച്ചാൽ ഈ 8-10 ലക്ഷം നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും ഇട്ട് കൊന്നു കുഴിച്ചു മുടിക്കളയും, ആരും ചോദിക്കാനുണ്ടാവില്ല. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നായ്ക്കൾ എങ്ങനെ ഉണ്ടായി? ഇവയുണ്ടായത് നമ്മളുകൊണ്ട് തെരുവിലേക്ക് തള്ളിയിട്ടാണ്. ആദ്യത്തെ കോവിഡ് കാലം ഓർമ്മയാണ്. ആ കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് നായ്ക്കളെ വളർത്തുക എന്ന് പറഞ്ഞ ഹോബിയുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ വലിയ ബ്രീഡ് നായ്ക്കളെ വാങ്ങിച്ചു. കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞു, പല ആളുകൾക്ക് ഇവിടുന്ന് തിരിച്ച് വിദേശത്തേക്ക് മടങ്ങിപ്പോണ്ടി വന്നു. അന്ന് ആൾക്കാർ പറഞ്ഞേക്കാം വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളെ കാണണം. ഈ പറഞ്ഞ വീടുകളിൽ ഓമനിച്ച് വളർത്തപ്പെട്ട, പുറത്തിറങ്ങിയാൽ എര തേടാൻ ഒരു നിവൃത്തിയുമില്ലാതെ ജീവിച്ച നായ്ക്കളില്ല, അതിനെ വഴി തള്ളിയിട്ട് പോകുമായിരുന്നു. അങ്ങനെ എത്ര നായ്ക്കൾ തെരുവിലൊന്നും. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പിന്നെ പെരുകുകയാണ്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ കോടതി? മനസ്സിലാക്കിയിട്ട് സർക്കാരിനോട് പറയണം, ഇങ്ങനൊരു വലിയ പ്രശ്നം ഇവിടെയുണ്ട്, ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാവൂ. ഇത് നമുക്ക് ഈ രാജ്യതലസ്ഥാനമാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങളിത് ക്ലീൻ ചെയ്യണം. അതിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ആദ്യം ഒരു സമയം തരാം, നിങ്ങൾ ആദ്യം ഒരു സത്യവാങ്മൂലം എന്താ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അത് പരിശോധിക്കുക. അപ്പോൾ സർക്കാർ പറയും ഇന്ന പ്ലാൻ ഞങ്ങളുടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കോടതി വേണമെങ്കിൽ ഒരു സമിതിയെ വെച്ച് പരിശോധിക്കുക, അതിന് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുക. സർക്കാർ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കട്ടെ. ഓൾറെഡി ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഇത് ഇന്ത്യയിലെ ഒരു പ്രശ്നമാണെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു പ്ലാൻ വേണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പദ്ധതി ഉണ്ടാക്കുകയും അതിന് ഫണ്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഷെൽട്ടർ ഹോമൊക്കെ ശരിയാണ്, പലയിടത്തും നടപ്പിലാക്കിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇത്രയും നമ്പർ ഓഫ് നായ്ക്കളുണ്ട്, അതിനെല്ലാം പിടിച്ച് ഷെൽട്ടർ ഹോമിലാക്കുക പോസിബിൾ അല്ല. അപ്പോൾ എന്താ ചെയ്യുക? മറ്റ് പല രാജ്യങ്ങളിലൊന്നും പോലെ ഇപ്പോൾ ഗോവയിലൊക്കെ അത് വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഒന്നാണ്. പിടിക്കുക, അതിനെ എന്തു പറയുക, വാക്സിനേറ്റ് ചെയ്യുക, ബന്ധ്യംകരിക്കുക, അതിനാവശ്യമായ സമയം അതിനെ ഒബ്സർവേഷനിൽ വയ്ക്കുക. ഇവിടെ പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ചുകൊണ്ട് വരുന്നു, ഇത് ചെയ്യുന്നു, മുറിവുകളോടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. അങ്ങനെയൊന്നും അല്ലാതെ അതിന് വലിയ സംവിധാനം വേണം. ഇതിനെ കൊണ്ടുവന്നാൽ അതിനെ ഒരു മിനി ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള സംവിധാനം വേണം. അവിടെയാണ് ഈ പറയുന്ന വന്ധ്യീകരണം നടത്തുക. അതിനുശേഷം 3 മുതൽ 4 ദിവസം വരെ അതിനെ നിരീക്ഷിക്കണം. അതിന് പേവിഷബാധ പോലുള്ള സംഗതിയിൽ നിന്ന് ഉറപ്പാക്കിയിട്ട് വേണം പുറത്തേക്ക് വിടാൻ.
അത് വലിയ പ്രോസസ്സും വലിയ തോതിൽ പണച്ചെലവും അധ്വാനവും ആവശ്യമുള്ള കാര്യമാണ്. അതിലേക്ക് പോയിട്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നായ്ക്കളോട് വലിയ ക്രൂരതയ്ക്ക് ഉറപ്പായും കാരണമാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു നിർദ്ദേശത്തിലേക്ക് കോടതി പോയിരിക്കുന്നു. അത് ഇതിന് മുമ്പ് പല കോടതി വിധികളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കണ്ണൂർ ജില്ലാ ഭരണകൂടം ഇതിനെ ഒന്ന് കൊന്നു കുറയ്ക്കാനുള്ള അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സമ്മതിച്ചിട്ടില്ല. സുപ്രീം കോടതി സമ്മതിക്കാത്തത് അവിടെ ഏതെങ്കിലും ജഡ്ജിക്ക് പെഡോ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഭരണഘടനാപരമായി നിയമപരമായി ഇതിനെ കൊല്ലാൻ പറ്റില്ല. അനിമൽസിനോടുള്ള ക്രൂവൽറ്റി എന്ന് പറയുന്നത് IPC പ്രകാരം കുറ്റകൃത്യമായിട്ടുള്ള നാടാണ് ഇന്ത്യ. നേരത്തെ അജിംസ് പറഞ്ഞ ഭരണഘടന നിങ്ങൾ സഹജീവികളോട് എല്ലാ ജീവികളോടും അനുഭാവത്തോടെ പെരുമാറണം എന്നാവശ്യപ്പെടുന്നു. പിന്നെ വന്യജീവി സംരക്ഷണം, മറ്റ് സംരക്ഷണം, ഇവിടെ ഡസൻ കണക്കിന് നിയമം ഇവിടെ വേറെയുണ്ട്. അത് ഉണ്ടാക്കിയത് വെറുതെ ഒരു രസത്തിനല്ല, അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സാമൂഹിക വിഭാവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം കോടതി ഏത് കാര്യത്തിലും തീരുമാനമെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ നൽകാനും. അപ്പോൾ ഇതിനകത്ത് ബോളിവുഡ് താരങ്ങളായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉന്നയിക്കുന്ന കൺസേൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വലിയ വിനാശത്തിലേക്കും പരിധി കവിഞ്ഞ ക്രൂരതയിലേക്കും കൂട്ടക്കൊലയിലേക്കും കാര്യങ്ങൾ നയിക്കും. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതിലേക്കാണ് കോടതി സത്യത്തിൽ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇത് ഭയങ്കര നിർഭാഗ്യകരമായി പോയി എന്ന് ഞാൻ പറയും.